Welcome back, my dear students, on a new lecture on Laplace transforms. So, ഈ ലെക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും ചില സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറമാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് സ്റ്റെപ്പ് ഫങ്ഷൻ ആൻഡ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫങ്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So unit step function is a special type of function which is defined as, which is usually denoted as u of t minus a, where a is any real number, which is defined as unit step function u of t minus a is equal to 0 if t less than a, and it is equal to 1 if t greater than. അതായത് നമ്മളൊരു റിയൽ നമ്പർ എടുക്കുക, എ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എടുക്കുക. അതൊരു ഫിക്സഡ് റിയൽ നമ്പറാണ്. ദിസ് ഈസ് നമ്പർ ലൈൻ, ഇതാണ് എ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഈ ഫംഗ്ഷൻ എയെക്കാട്ടിലും, അതായത് ടിയുടെ വാല്യൂ, വേരിയബിളിൻ്റെ വാല്യൂ എയെക്കാട്ടിലും വലുതാകുമ്പോൾ ദ വാല്യൂ ഈസ് ആക്ച്വലി 1. ഓക്കെ, അപ്പം എയുടെ റൈറ്റ് സൈഡിലുള്ള എല്ലാ വാല്യൂസും എയെക്കാട്ടിലും വലുതാണ്. സോ ഫ്രം ദിസ് പോയിന്റ് ഓൺവേർഡ്സ് ദ വാല്യൂ ഈസ് ആക്ച്വലി 1. ഓക്കെ, സോ 1 ഗ്രാഫ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ദിസ് ഈസ് അറ്റ് എ ഹൈറ്റ് 1. സോ ടി ഗ്രേറ്റർ ദാൻ എ ആകുമ്പോൾ ഇതിൻ്റെ ആൻസർ ഈസ് ഓൾവേസ് 1. ഓക്കെ, സോ ഈ പോയിന്റിലുള്ള ആൻസർ 1 ആണ്, ഈ പോയിന്റിലുള്ള ആൻസർ 1 ആണ്, ഈ പോയിന്റിലുള്ള ആൻസർ 1 ആണ്, ആൻഡ് സോ ഓൺ. ഇനി ടി ലെസ് ദാൻ എ ആകുമ്പോൾ, അതായത് എ കാട്ടിലും ചെറുതാകുമ്പോൾ, അതായത് പോയിന്റ്സ് എയുടെ ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ ദ ആൻസർ ഈസ് 0. സോ വിച്ച് ഈസ് ആക്ച്വലി ദിസ് എക്സ് ആക്സിസ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം ആൻസർ എക്സ് ആക്സിസ്. ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് ആക്ച്വലി സ്റ്റെപ്പ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ലുക്സ് ലൈക്ക് എ സ്റ്റെപ്പ്. ഓക്കെ, ഒരു സ്റ്റെപ്പ് പോലെയാണ് ഇതിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇറ്റ്സ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ വിത്ത് എ ഹൈറ്റ് 1. ഓക്കെ, സോ കുറേ പോയിന്റ്സിൽ ആൻസർ 0 ആണ്. ആഫ്റ്റർ എ സെർട്ടൺ സ്റ്റേജ് ദ ആൻസർ ഈസ് 1. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന്, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ എ എന്നുള്ളത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആകാം. ഇഫ് എ ഈസ് ഈക്വൽ ടു 0, എ ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു 0ക്കകത്ത് തൊട്ട് ആൻസർ 1 ആയിരിക്കും. 0യുടെ ലെഫ്റ്റ് സൈഡിൽ ആൻസർ 0 ആയിരിക്കും. ദിസ് ഈസ് ദ ഗ്രാഫ്. എ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ 1 തൊട്ട് ആൻസർ 1 ആയിരിക്കും, 1ന് മുമ്പേ ആൻസർ 0 ആയിരിക്കും. ദിസ് ഈസ് ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ആൻഡ് വിത്ത് റിഗാർഡ്സ് ടു ദിസ് സ്റ്റെപ്പ് ഫംഗ്ഷൻ we can define the second shifting theorem, which is stated as, so the second shifting theorem is, if capital F of s is the Laplace transform of the function f of t, then e raised to minus as into capital F of s, where a is a positive number which is fixed, is the Laplace transform of the function f of t minus a into u of t minus a, where u of t minus a is the step function. എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എങ്കിൽ, എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. ദിസ് ഈസ് ദ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. Okay, so now we have to prove this. So the proof is, so L of f of t minus a into u of t minus a, by definition this is equal to integral 0 to infinity f of t minus a into u of t minus a e raised to minus st dt. Okay, ഇനി യു ഓഫ് ടി മൈനസ് എ എന്നുള്ളത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അതിന് 2 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ്. എ വരെ 0യും എ കാട്ടിലും വലുതാകുമ്പോൾ 1ഉമാണ്. സോ ഇൻ്റഗ്രലിനെയും നമ്മൾ 0 to a ആൻഡ് a to infinity എന്ന് സ്പ്ലിറ്റ് ചെയ്യണം, കാരണം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് 2 ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ്.
So this should be equal to integral 0 to a f of t minus a u of t minus a e raised to minus st dt plus integral a to infinity f of t minus a u of t minus a e raised to minus st dt. Okay. Now u of t minus എയുടെ വാല്യൂ 0 തൊട്ട് എ വരെ ആൻസർ 0 ആണ്. കാരണം 0 തൊട്ട് എ വരെയുള്ള എല്ലാ വാല്യൂസും എക്കാട്ടിലും ചെറുതാണ്. എക്കാട്ടിലും വലിയ വാല്യൂസ് ആണ് എ ടു ഇൻഫിനിറ്റി ഉള്ള എല്ലാ വാല്യൂസും. സോ വിച്ച് മീൻസ് അവിടെ യു ഓഫ് ടി മൈനസ് എ 1 ആണ്. സോ ആ വാല്യൂ കൊടുക്കുമ്പോൾ ദ ഫസ്റ്റ് ഇന്റഗ്രൽ ബിക്കം 0 ടു എ integral 0 to a f of t minus a into 0 into e raised to minus st dt plus integral a to infinity f of t minus a into 1 into e raised to minus st dt. First integral അകത്തെ integrand 0 ആണ്. So the total answer should be equal to 0. Second part is the only part which remains, which is actually integral a to infinity f of t minus a e raised to minus st dt. ഓക്കെ. സോ നമുക്കിനിയിപ്പം ഇവിടെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എഫ് ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെയാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വേരിയബിളിന് ഒരു ചേഞ്ച് കൊടുക്കും. സോ പുട്ട് u is equal to t minus a, then du is equal to dt. കാരണം എ കോൺസ്റ്റന്റ് ആണ്. ഇനി ലിമിറ്റും യുവിനനുസരിച്ച് മാറും. ടി ഇസ് ഈക്വൽ ടു എ ആകുമ്പോൾ യു ഇസ് ഈക്വൽ ടു എ മൈനസ് എ വിച്ച് ഈസ് 0. ടി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ യു ഇസ് ഈക്വൽ ടു ടി മൈനസ് എ ടെൻസ് ടു എന്താണ് ഇൻഫിനിറ്റി. ഓക്കെ. സോ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ മാറ്റുന്നു. യു ഇസ് ഈക്വൽ ടു ടി മൈനസ് എ ആകുമ്പോൾ ടി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ആയിരിക്കും. ഓക്കെ. സോ ദിസ് ഇൻറ്റഗ്രൽ ബിക്കംസ് ഇൻറ്റഗ്രൽ എ എന്നുള്ളത് 0 ആയി വേരിയബിൾ യു ആയപ്പോൾ ഇൻഫിനിറ്റി എന്നുള്ളത് ഇൻഫിനിറ്റി. സോ ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി അല്ല എഫ് ഓഫ് യു, ടി മൈനസ് എക്ക് യു എന്ന് കൊടുത്തു. ഈ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ടിക്ക് പകരം ഇപ്പോൾ യു പ്ലസ് എന്ന് കൊടുക്കാം. സോ യു പ്ലസ് എ ഇൻറ്റു ഡി യു. ഓക്കെ. സോ ദിസ് ഈസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് എ ഡി യു. ഇ റേസ് ടു മൈനസ് എസ് എ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു യുവിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് പാർട്ട് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. സോ ഇ റേസ് ടു മൈനസ് എ എസ് ടേക്കൺ ഔട്ട്സൈഡ്. റെസ്റ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് യു ഡി യു. ദിസ് ഈസ് ബൈ ഡെഫിനിഷൻ എൽ ഓഫ് എഫ് ഓഫ് യു അല്ലെങ്കിൽ എഫ് ഓഫ് ടി. വേരിയബിൾ ടി മാറി എന്നുള്ളതേ ഉള്ളൂ. ദിസ് ഈസ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇവിടെ ടിക്ക് പകരം യു ആയെന്നേ ഉള്ളൂ. ഇൻറ്റഗ്രൽ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേരിയബിൾ. സോ ദിസ് ഈസ് ആക്ച്വലി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ദിസ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. സോ ദിസ് ഈസ് ഇ റേസ് ടു മൈനസ് എ എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. We have started with this expression, that is L of f of t minus a into u of t minus a is equal to e raised to minus as into capital F of s. This is the expression. Okay. So ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രൂഫും. Okay. Also, using this relation, we can state that Laplace transform of f of t minus a into u of t minus a e raised to minus as capital F of s ആണെങ്കിൽ the inverse Laplace transform of e raised to minus as capital F of s is equal to f of t minus a into u of t minus a ആയിരിക്കും. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തൊട്ട് മുമ്പത്തെ പ്രൂഫ് എന്ന് എഴുതിയിട്ട് ലാസ്റ്റിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിന് പകരം ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.
So L of f of t minus a u of t minus a e raised to minus a as f of s ആണെങ്കിൽ e raised to minus a as f of s ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് f of t minus a into u of t minus a. Now similarly, we can find the Laplace transform of the unit step function, which is the next theorem. The Laplace transform of the unit step function L of u of t minus a is equal to minus e raised to minus as by s, where s is greater than 0. So proof is quite simple. നമ്മൾ definition apply ചെയ്തുള്ളൂ. L of u of t minus a by definition is integral 0 to infinity u of t minus a into e raised to minus st dt. ഇനി യു ഓഫ് ടി മൈനസ് എയുടെ വാല്യൂസ് എ കാട്ടിലും ചെറുതാകുമ്പോൾ 0യും എ കാട്ടിലും വലുതാകുമ്പോൾ 1ഉമാണ്. സോ വി ഹാവ് ടു സ്പ്ലിറ്റ് ദിസ് ഇന്റഗ്രൽ ഇൻറ്റു ഇന്റഗ്രൽ 0 to a u of t minus a e raised to minus st dt plus integral a to infinity u of t minus a e raised to minus st dt. ഇനി 0 to a ആകുമ്പോൾ u of t minus എന്നുള്ളത് 0 ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ വെച്ച് a to infinity ആകുമ്പോൾ u of t minus എന്നുള്ളത് 1 ആണ്. സോ ഫസ്റ്റ് പാർട്ട് 0 ഇൻറ്റു സംതിങ് വിച്ച് ഈസ് 0, ബാക്കി റിമെയിൻ ചെയ്യുന്നത് ഇന്റഗ്രൽ a to infinity 1 ഇൻറ്റു e raised to minus st dt ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ a to infinity e raised to minus st dt. This is the only thing which remains. ഇതിന്റെ ഇന്റഗ്രൽ e raised to minus st dt യുടെ ഇന്റഗ്രൽ is actually e raised to minus st divided by minus s. Okay, so this is the integral. Now നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. a ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus st, t tends to infinity ആകുമ്പോൾ st tends to infinity ആകും, കാരണം s ഒരു പോസിറ്റീവ് നമ്പർ ആണ്. സോ മൈനസ് st tends to minus infinity. e raised to minus infinity tends to 0. So the first part becomes 0. കാരണം t tends to infinity ആകുമ്പോൾ e raised to minus st tends to e raised to minus infinity, which is actually almost 0. Now a കൊടുക്കുമ്പോൾ minus e raised to minus as divided by minus s. So ഇവിടുത്തെ മൈനസും മൈനസും പ്ലസ് ആകുമ്പോൾ so 1 by s into e raised to minus as. So which is L of u of t minus a. Okay, so ഇവിടെ മൈനസ് അല്ല പ്ലസ് ആണ്. So this is the Laplace transform of the unit step function. Now what is the use of this? നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻ ഇൻറ്റു സം സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതായത് ഒരു ഫംഗ്ഷനെ രണ്ട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുകയാണ്, ഒരു പാർട്ട് 0യും ഒരു പാർട്ട് വേറൊരു ഫംഗ്ഷനും ആണെന്നുണ്ടെങ്കിൽ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണ്. ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നുള്ളത് എഫ് ഓഫ് ടിയുടെ നമുക്ക് അറിയാവുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. That's the use of it. So we will find the use of this results using some example. So the question: find the inverse Laplace transform of e raised to minus 3s divided by s cube. So answer: e raised to minus 3s divided by s cube is of the form e raised to minus
as into some function f of s, where capital F of s is equal to 1 by s cube and a is equal to 3. So if the നമ്മുടെ എക്സ്പ്രഷൻ ഇ റൈസ് ടു മൈനസ് എ ഇൻറ്റു എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്നുള്ള ഫോർമാറ്റിലാണ്. ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ്. ഓക്കെ, ആൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ എസ് capital F of s is equal to f of t minus a into u of t minus a, where this capital F of s is actually L inverse of f of t. Okay, sorry, L of f of t. So നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെർമിനോളജീസ് മൊത്തമായി എയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഫംഗ്ഷൻ്റെ എഫ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 by s cube. Okay, so L inverse of capital F of s ആണ് f of t, that is L inverse of 1 by s cube. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. വിച്ച് ബൈ പ്രീവിയസ് റിസൾട്ട്സ് ഈസ് ആക്ച്വലി ടി സ്ക്വയർ ബൈ ടു. ടി സ്ക്വയർ ബൈ ടുവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 by s cube എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എഫ് ഓഫ് ടി. ഇനി നമുക്ക് വേണ്ടത് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, വിച്ച് ഈസ് ആക്ച്വലി എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇവിടെ എ ഈസ് ഈക്വൽ ടു 3 ആണ്. സോ എ ഈസ് ഈക്വൽ ടു 3. So f of t minus a is equal to f of t minus 3 is equal to t ക്ക് പകരം t minus 3 എന്ന് കൊടുക്കുക. So t minus 3 the whole square divided by 2. Okay, so L inverse of e raised to minus 3s into 1 by s cube is equal to t minus 3 the whole square divided by 2 into u of t minus 3. Okay, ഇനി u of t minus 3യുടെ വാല്യൂ എന്താണ്? u of t minus 3 is equal to 0 ആണ് t less than 3 ആകുമ്പോൾ. is equal to 1 ആണ് t greater than 3 ആകുമ്പോൾ. So this can be, but t less than 0 ആകുമ്പോൾ t minus 3 the whole square divided by 2 into 0, which is 0. So this is 0 if t less than 3 ആകുമ്പോൾ. ഇനി t greater than 3 ആകുമ്പോൾ u of t minus 3 is 1. So 1 into t minus 3 the whole square divided by 2, which is t minus 3 the whole square divided by 2 if t is greater than 3. So this is the answer. So ഇത് വെച്ചിട്ട് നമുക്ക് ഇത്തരം ചെറിയ ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ആൻഡ് ഓൾസോ ദിസ് മീൻസ് ദാറ്റ് ഈ ഫംഗ്ഷൻ്റെ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ദിസ് ഇ റൈസ് ടു മൈനസ് 3s ഇൻറ്റു 1 by s cube. Let's move on to one more problem. So the question is, find the Laplace transform of g of t is equal to 1 if 0 less than t less than pi and 0 if pi less than t less than 2 pi is equal to sin t if t greater than 2 pi. ഓക്കെ, ഈ ഫംഗ്ഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ നമുക്ക് ഡയറക്റ്റ് ഡെഫിനിഷൻ വെച്ച് തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ദാറ്റ്സ് വൺ മെത്തേഡ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഓഫ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to infinity e raised to minus st into g of t dt. ഇതിനെ 0 to, അതായത് ആദ്യം 0 to pi, ഇൻ്റഗ്രൽ 0 to pi e raised to minus st g of t dt plus
integral pi to 2 pi e raised to minus st g of t dt plus integral 2 pi to infinity e raised to minus st g of t dt. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഓക്കെ, അത് വെച്ച് ചെയ്യുന്നതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഇവിടെ കുറേ ഫങ്ഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ട്രാൻസ്ഫോർമേഷനൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ഇതേ ഫംഗ്ഷനെ തന്നെ ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോർമാറ്റിലാണ്. സോ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസിലുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം, അത് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളിതിനെ സ്റ്റെപ്പ് 1 ഈ ഫംഗ്ഷനെ കൺവേർട്ട് ഇറ്റ് ഇൻ ടു സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് ഇതിനെ കൺവേർഷൻ നടത്തുന്നു. ഓക്കെ, സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് കൺവേർഷൻ നടത്തുമ്പോൾ ദ ഐഡിയ ഈസ് നമുക്ക് ആദ്യം 0യെക്കാട്ടിലും വലുതാകുമ്പോൾ ദ ഫംഗ്ഷൻ ഈസ് ആക്ച്വലി 1. 0യെക്കാട്ടിലും ചെറുതാകുമ്പോൾ നമുക്കറിയില്ല. ദ ഫസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ്. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് ആക്ച്വലി u ഓഫ് t മൈനസ് 0 ആണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ അപ്പം നമുക്ക് 0 തൊട്ട് 0യെക്കാട്ടിലും വലുതാകുന്ന എല്ലാ കേസിലും ആൻസർ 1 ആയി. പക്ഷെ നമുക്ക് ഈ ആൻസർ 1 വരേണ്ടത് എവിടം വരെ മതി? പൈ വരെ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം എടുത്തത് വെച്ചിട്ട് t ഗ്രേറ്റർ ദാൻ 0 ആകുന്ന എല്ലാ കേസിലും ആൻസർ എന്താണ്? പൈ ആണ്. സോറി 1 ആണ്. പക്ഷെ നമുക്ക് പൈ തൊട്ട് 2π വരെ ആൻസർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മൾ ഇപ്പം എടുത്ത് വെച്ചിട്ട് 0യെക്കാട്ടി ഗ്രേറ്റർ ആകുമ്പോൾ ആൻസർ 1 ആണ്. സോ ഇവിടെ പൈക്ക് ശേഷം നമ്മളൊരു 1 മൈനസ് ചെയ്യാൻ വേണം. ഓക്കെ, പൈക്ക് ശേഷം 1 വരണമെന്നുണ്ടെങ്കിൽ പൈക്ക് ശേഷം 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 മൈനസ് 1 വിച്ച് ഈസ് 0 ആകും. ഓക്കെ, സോ നമ്മൾ u ഓഫ് t മൈനസ് പൈ എടുത്തു കഴിഞ്ഞാൽ u ഓഫ് t മൈനസ് പൈയുടെ വാല്യൂ പൈക്ക് ശേഷം 1 ആണ്. ഓക്കെ, സോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം 0 to പൈ വരെ u ഓഫ് t ആണ്, വിച്ച് ഈസ് ആൻസർ ഈസ് 1 മൈനസ് 0 വരും, വിച്ച് ഈസ് 1. ഇനിയും പൈക്ക് ശേഷം ഇതിന്റെ ആൻസർ 1, ഇതിന്റെ ആൻസർ 1, 1 മൈനസ് 1 0. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സോ നമ്മൾ എടുക്കേണ്ടത് u ഓഫ് t മൈനസ് 0 മൈനസ് u ഓഫ് t മൈനസ് പൈ. ഇനിയും നമ്മുടെ അടുത്ത പ്രശ്നം ദ റെസ്റ്റ് ഓഫ് ദ ആൻസർ. നമുക്ക് അതിനുശേഷം t ഗ്രേറ്റർ ദാൻ 2π ആകുമ്പോൾ ആൻസർ ഈസ് സൈൻ t ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്കിത് 1 ഇൻറ്റു സൈൻ t എന്നുള്ളതാണ്. സോ നമുക്ക് ചെയ്യേണ്ടത് u ഓഫ് t മൈനസ് 2πയെ നമ്മൾ സൈൻ t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ തന്നെയാണോ? നമുക്കിവിടെ 3 ടൈപ്പ് ഓഫ് വാല്യൂസ് ഉണ്ട്. ആദ്യം ടിയുടെ വാല്യൂ 0യ്ക്കും പൈക്കും ഇടയിൽ എടുക്കുക. 0 ലെസ് ദാൻ t ലെസ് ദാൻ പൈ. അതിൻ്റെ ഇടയ്ക്ക് വാല്യൂ എടുക്കുമ്പോൾ t ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് u ഓഫ് t മൈനസ് 0 1 കിട്ടും. ഇവിടെ u ഓഫ് t മൈനസ് പൈ, ഇവിടെ ടിയുടെ വാല്യൂ ലെസ് ദാൻ പൈ ആയതുകൊണ്ട് ദ ആൻസർ ഈസ് 0. സോ 1 മൈനസ് 0 പ്ലസ് u ഓഫ് t മൈനസ് 2π ഈസ് ആക്ച്വലി t ലെസ് ദാൻ 2π ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എടുത്ത t വിച്ച് ഈസ് 0 ഇൻറ്റു സൈൻ t വിച്ച് ഈസ് ഈക്വൽ ടു 1. നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് കിട്ടേണ്ട ആൻസർ കിട്ടി. ഇനി അടുത്തത് പൈ ലെസ് ദാൻ t ലെസ് ദാൻ 2π എടുക്കുക. ഓക്കെ, പൈ ലെസ് ദാൻ t ലെസ് ദാൻ 2π. ഈ കേസിൽ ഇവിടെ ടിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, കാരണം ടിയുടെ വാല്യൂ പൈക്കും 2πയ്ക്കും ഇടയിലാണ്. സോ ആ കേസിൽ ആൻസർ ഈസ് 1. ഇനിയും ഇവിടെയും ആൻസർ t മൈനസ് പൈ, ഇവിടെയും പൈയെക്കാട്ടിലും ഗ്രേറ്റർ ആണ് വാല്യൂ. സോ u മൈനസ് ടി പൈ ഈസ് ആക്ച്വലി 1. പ്ലസ് അടുത്തത് ഇവിടെ ടിയുടെ വാല്യൂ 2πയെക്കാട്ടിലും ചെറുതാണ്. സോ അവിടെ 0 ഇൻറ്റു സൈൻ t. സോ ദ ആൻസർ ഈസ് 0. അതാണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ. ഇനി അടുത്തത് t ഗ്രേറ്റർ ദാൻ 2π ആകും. t ഗ്രേറ്റർ ദാൻ 2π ആകുമ്പോൾ t ഗ്രേറ്റർ ദാൻ 2π എന്ന് വെച്ചാൽ t ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ u ഓഫ് t മൈനസ് 0 ഈസ് 1. t ഗ്രേറ്റർ ദാൻ 2π എന്ന് വെച്ചാൽ t ഗ്രേറ്റർ ദാൻ പൈ ആണ്. സോ u ഓഫ് t മൈനസ് പൈ ഈസ് 1. സോ 1 മൈനസ് 1 പ്ലസ് u ഓഫ് t മൈനസ് 2π ഈസ് ആക്ച്വലി 1 ഇൻറ്റു സൈൻ t. സോ ദ ആൻസർ ഈസ് ആക്ച്വലി സൈൻ t. സോ വി ഗെറ്റ് ദ റിക്വയർഡ് ഫംഗ്ഷൻ. സോ g ഓഫ് t ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. സോ g ഓഫ് t ഈസ് ആക്ച്വലി u ഓഫ് t മൈനസ് 0 മൈനസ് u ഓഫ് t മൈനസ് പൈ പ്ലസ് u ഓഫ് t minus 2π
ഇൻറ്റു സൈൻ ടി. ഓക്കെ, ഇനിയും നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എൽ ഓഫ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ലീനിയറിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 0 മൈനസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 2 പൈ ഇൻറ്റു സൈൻ ടി. ഓക്കെ, എൽ ഓഫ് ടി മൈനസ് 0 നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ ഈസ് 1/s ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ്. ഇവിടെ എ എന്നുള്ളത് 0 ആണ്. സോ ഇ റൈസ് ടു മൈനസ് 0 ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് ദിസ് ഈസ് u of t minus a is equal to pi ആണ്. സോ ദിസ് ഈസ് ഇ റൈസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ്. ഇനി അടുത്തതാണ് ഇത് യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു സൈൻ ടി ആണ്. നമുക്ക് സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ ആയിരുന്നെങ്കിൽ അതിൻ്റെ ആൻസർ ഇ റൈസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ് ആണ്. വേർ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടി മൈനസ് എ അല്ല, ഇവിടെ എന്നുള്ളത് 2π. ഇനി നമുക്ക് പക്ഷേ സൈൻ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് സൈൻ ടി മൈനസ് 2π എന്നുള്ളത് ആക്ച്വലി എന്ത് തന്നെയാണ്? സൈൻ ടി തന്നെയാണ്. കാരണം സൈൻ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2π ആണ്. സോ അതുകൊണ്ട് സൈൻ ടിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 2π ഇൻറ്റു സൈൻ ടി മൈനസ് 2π. So this is of the form u of t minus a into sin u of t minus f of t minus a എന്ന് കിട്ടി. ഓക്കെ, ഇനി എൽ ഓഫ് സൈൻ ടി ഈസ് ആക്ച്വലി 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇതാണ്. സോ ദ ആൻസർ ബിക്കംസ് ഇ റൈസ് ടു 0s is 1. സോ 1 by s മൈനസ് ഇ റൈസ് ടു മൈനസ് പൈ എസ് ബൈ എസ് പ്ലസ് ഇവിടെ ആൻസർ യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എയുടെ ആൻസർ ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണ്. സോ ദിസ് ഈസ് എ ഈസ് ഈക്വൽ ടു 2π. സോ ഇ റൈസ് ടു മൈനസ് 2πs ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. സോ ദിസ് ഈസ് എൽ ഓഫ് ജി ഓഫ് ടി. സോ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഒരു സ്പെഷ്യൽ ഫംഗ്ഷന് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിനെ എല്ലാം നമ്മൾ കൺവേർഷൻ നടത്തി സ്റ്റെപ്പ് ഫംഗ്ഷൻസിന്റെ ഫോമിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ.